ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ സോളാർ സെറ്റപ്പ്, അതിൻ്റെ കണക്ഷൻസും അതേ ഒരു കണക്ഷൻ ഡയഗ്രവുമാണ്. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഈ സോളാർ സെറ്റപ്പ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. എന്നാൽ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് SPS എന്ന കമ്പനിയുടെ MPPT ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചാർജ് കൺട്രോളറാണ്. ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 24 to 48 വോൾട്ടിന്റെയാണ്. ഇതിന്റെ ആദ്യത്തെ രണ്ട് ടെർമിനലിലേക്കാണ് ഞാൻ എൻ്റെ പാനൽസ് കണക്ട് ചെയ്തിരിക്കുന്നത്. പാനൽസിന്റെ പോസിറ്റീവും നെഗറ്റീവും ആണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് രണ്ട് ടെർമിനലിലാണ് ബാറ്ററി കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. റെഡ് വയർ പോസിറ്റീവും ബ്ലൂ വയർ നെഗറ്റീവാണ്. അതിൻ്റെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്കും നെഗറ്റീവ് ടെർമിനലിലേക്കുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പവറക്സ് എന്ന കമ്പനിയുടെ 150 AHന്റെ രണ്ട് ബാറ്ററിയാണ്. C10 കാറ്റഗറിയിൽ വരുന്ന 12 വോൾട്ടിൻ്റെ രണ്ട് ബാറ്ററിയാണ്. സോ ഇത് 12 വോൾട്ട് പ്ലസ് 12 വോൾട്ട് 24 വോൾട്ടിൻ്റെ ബാറ്ററി സിസ്റ്റമാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മൈക്രോടെക്കിൻ്റെ 2335 വോൾട്ട് ആംപിയറിൻ്റെ ഒരു സോളാർ ഇൻവെർട്ടറാണ്. നമുക്കിനി ഇൻവെർട്ടറിൻ്റെ കണക്ഷൻസ് നോക്കാം. ആദ്യത്തെ രണ്ട് നോബ്സ് റെഡും ബ്ലാക്കും കാണുന്നത് നമുക്ക് പാനൽസ് കണക്ട് ചെയ്യാനുള്ളതാണ്. നമ്മൾ ഡയറക്റ്റായിട്ട് പാനൽ ഇൻവെർട്ടറിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ പാനൽസ് ഡയറക്റ്റായിട്ട് MPPT ചാർജ് കൺട്രോളറായതുകൊണ്ടാണ് ഇവിടെ കണക്ട് ചെയ്യാത്തത്. MPPT ചാർജ് കൺട്രോളറാണ് എൻ്റെ ബാറ്ററിയെ ചാർജ് ചെയ്യിക്കുന്നത്. അടുത്തതായിട്ട് KCBയുടെ കണക്ഷനാണ്. KCBയുടെ ഫേസിനെയാണ് ഞാൻ MPPT ചാർജ് കൺട്രോളറിൻ്റെ ലാസ്റ്റ് ടെർമിനലിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഫേസ് ഈ റിലേ കണക്ഷൻ ത്രൂ ആണ് കടന്നു പോകുന്നത്. റിലേയിലൂടെ കടന്നു പോകുന്ന ഫേസ് ന്യൂട്രലിനെ നമ്മൾ പ്ലഗ് പോയിന്റ് ഉപയോഗിച്ചാണ് നമ്മുടെ ഇൻവെർട്ടറിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഇത് എൻ്റെ KCBയുടെ ഇൻപുട്ടാണ്. ഇത് ഔട്ട്പുട്ടാണ്. ഈ ഔട്ട്പുട്ടാണ് എൻ്റെ വീട്ടിലേക്കുള്ള എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിക്കാനായിട്ട് കണക്ഷൻ കൊടുക്കുന്നത്. ഇനി അടുത്തുള്ള കണക്ഷനാണ് ബാറ്ററി കണക്ഷൻ. ഇൻവെർട്ടർ ഈ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്നത് ഈ രണ്ട് വയർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ബാറ്ററിയിലേക്ക് നമുക്ക് രണ്ട് കണക്ഷൻസ് വരുന്നുണ്ട്. ഒന്ന് ഇൻവെർട്ടറിൽ നിന്നും ഒന്ന് MPPT ചാർജ് കൺട്രോളറിൽ നിന്നും. ഈ കാണുന്ന പിക്ചർ എൻ്റെ ഈ സിസ്റ്റത്തിന്റെ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. ഞാനിവിടെ രണ്ട് പാനൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 12 വോൾട്ടിന്റെ രണ്ട് പാനൽസ് ആണ്. 380 വാട്ട് ആണ് എൻ്റെ കപ്പാസിറ്റി. സോ ഇത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നതുകൊണ്ട് ഇതിന്റെ ടോട്ടൽ കപ്പാസിറ്റി 760 വാട്ട് ആണ്. ഇത് വാരിയുടെ മോണോപർക്ക് പാനൽസ് ആണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു പോസിറ്റീവും നെഗറ്റീവും ഞാൻ നേരെ MPPT ചാർജ് കൺട്രോളറിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ MPPT ചാർജ് കൺട്രോളർ ഒരു 24 to 48 വോൾട്ടിന്റെ സിസ്റ്റമാണ്. ഒരു അപ്ഗ്രേഡേഷൻ 24 സിസ്റ്റത്തിൽ നിന്നും ഒരു 48 വോൾട്ട് സിസ്റ്റത്തിലേക്ക് മാറുമ്പോൾ യൂസ് ചെയ്യാം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞാൻ ഈ MPPT ചാർജ് കൺട്രോൾ വാങ്ങിയിരിക്കുന്നത്. അടുത്തതായിട്ട് MPPTയുടെ ബാറ്ററി കണക്ഷനാണ്. ഇവിടെ പാനൽസ് ഞാൻ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് MPPT ചാർജ് കൺട്രോളറിലാണ്. ചാർജ് കൺട്രോളറാണ് ബാറ്ററിയെ ചാർജ് ചെയ്യിപ്പിക്കുന്നത്. നെക്സ്റ്റ് ആണ് ഇതിന്റെ റിലേ കണക്ഷനാണ് ഈ കാണുന്നത്. റിലേ കണക്ഷൻ മെയിൻ ആയിട്ട് KCBയെ കട്ട് ഓഫ് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. KCBയിൽ വരുന്ന ഫേസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ റിലേയുടെ ഒരു എൻഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. റിലേയുടെ നെക്സ്റ്റ് എൻഡ് ഞാൻ നേരെ ഇൻവെർട്ടറിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. KCBയിൽ നിന്ന് ന്യൂട്രൽ ഇൻപുട്ടായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻവെർട്ടറിന്റെ കണക്ഷൻസ് നോക്കാം. ഇൻവെർട്ടറിന്റെ ബാറ്ററി കണക്ട് ചെയ്യേണ്ട സെക്ഷനിലേക്ക് നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവും ബാറ്ററിയുടെ നെഗറ്റീവും നമ്മൾ കൊടുക്കും. ഞാൻ എപ്പോഴും ഈ സോളാർ PCനെ ഇപ്പോൾ UPS മോഡിലാണ് വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോളാറിന് ചാർജ് ചെയ്യുന്ന ഫംഗ്ഷനാലിറ്റി MPPT ചാർജ് കൺട്രോളറാണ് ചെയ്യുന്നത്. ഇൻവെർട്ടർ ഇപ്പോൾ ഇവിടെ എനിക്കൊരു UPS അല്ലെങ്കിൽ ഇൻവെർട്ടർ മോഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇൻവെർട്ടറിലേക്ക് 3 കണക്ഷൻസ് ആണുള്ളത്. ഒന്ന് ബാറ്ററിയുടെ കണക്ഷൻസ് ആണ്, പോസിറ്റീവും നെഗറ്റീവും. അടുത്തതായിട്ടുള്ളത് KCBയുടെ കണക്ഷനാണ്. KCBയുടെ ഇൻപുട്ടാണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. KCBയുടെ ഇൻപുട്ടിനെ ഞാൻ റിലേ കണക്ഷൻ ത്രൂ ആണ് ഞാൻ ഇവിടേക്ക് കണക്ട് ചെയ്യുന്നത്. ഫേസ് MPPTയുടെ റിലേയിലേക്ക് പോകും. റിലേയുടെ ഔട്ടിൽ നിന്ന് അത് ഇൻവെർട്ടറിലേക്ക് പോകും. ന്യൂട്രൽ കണക്ഷൻ ഇൻവെർട്ടറിലേക്ക് കൊടുക്കും.
അടുത്തതാണ് ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട്. ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ടാണ് ഞാൻ ലൈറ്റിനും ഫാനിനും അങ്ങനെയുള്ള എല്ലാ വീട്ടിലുള്ള എല്ലാ ഉപകരണങ്ങൾക്കും കൊടുത്തിരിക്കുന്നത്. ഈ ഔട്ട്പുട്ടാണ്. ഒരു ഓഫ് ഗ്രിഡ് സോളാർ പാനലിൻ്റെ കണക്ഷൻസും അതിൻ്റെ വയറിംഗ് ഡയഗ്രാംസുമാണ് ഞാൻ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.